എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ആരും ചിന്തിക്കരുത്. പരാജയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പരാജയങ്ങൾ എൻ്റെ ചവിട്ടുപടികളായിരുന്നു. There have been failures in my life too. But failures teach you a lot. I had a lot of questions on the way. ഇതാണ് സുനിത വില്യംസ് പറഞ്ഞിരുന്നത്. ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന എല്ലാ ഉദ്യമങ്ങളും വിജയിക്കണമെന്നില്ല. എല്ലാ ഉദ്യമങ്ങളും വിജയിക്കാനാണെന്നുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് ഒരിക്കലും പോവുകയില്ല. കാരണം നമുക്ക് ചലഞ്ച് ഇല്ലാതെ വരും. പിന്നെ നമുക്ക് ചലഞ്ച് ഉണ്ടാവുന്നത് നമ്മുടെ മുമ്പിൽ പരാജയങ്ങൾ വരുമ്പോഴാണ്. ആ പരാജയങ്ങൾ നമ്മെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കും. അതാണ് സുനിത വില്യംസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൺ ദ വേ. എന്തുകൊണ്ട് ഈ പരാജയങ്ങൾ സംഭവിക്കുന്നു? ഈ പരാജയങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ തക്കവണ്ണം ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പരാജയങ്ങളാണ് എന്നവർ പറയണ്ടേ. അങ്ങനെ അവർ നിരന്തരമായി അവർ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ ആകത്തുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ വിജയം. വിജയത്തിൻ്റെ ഒരേ പാതയിലുള്ള ഒരു റോക്കറ്റ് യാത്രയായിരുന്നില്ല സുനിത വില്യംസ്. അല്ലതാണ്, ഇപ്പോഴും അല്ല. അവർ 8 ദിവസത്തെ യാത്രയ്ക്ക് പോയതാണ്. 8 ദിവസത്തെ യാത്രയ്ക്ക് പോയിട്ട് അവർ 9 മാസത്തിൽ കൂടുതൽ അവിടെ സ്പേസിൽ തങ്ങേണ്ടി വന്നു. അത് ഒരാൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ സ്പേസിൽ നമുക്കറിയാമല്ലോ, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതെല്ലാം, ഭക്ഷണം എങ്ങനെ ഇരിക്കും എന്നുള്ളതെല്ലാം, നമ്മുടെ ജീവൻ്റെ ശരീരത്തിൻ്റെ രക്തസംക്രമണം ഉൾപ്പെടെ തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് 8 ദിവസത്തെ ഒരു യാത്ര പോയിട്ട് ആ യാത്ര 8 മണിക്കൂർ നീണ്ടുപോയാലോ അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് ഒരു ദിവസം താമസിച്ചാലോ എല്ലാം സംഭവിക്കാവുന്ന ഒരുപാട് ഡിപ്രഷൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളെ ശല്യപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ തളർത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ. പക്ഷേ സുനിത വില്യംസ് അങ്ങനെയല്ലായിരുന്നു. ഞാൻ ഈ അടുത്ത ദിവസം വായിച്ച ഒരു കൊട്ടേഷനാണ് ഓർത്തത്. ഓരോ പ്രഭാതവും നമുക്ക് ഓരോ അവസരങ്ങളാണ് തരുന്നത്, പുതിയ അവസരങ്ങളാണ് തരുന്നത്. ഒരു പ്രഭാതം, ഈച്ച് മോർണിംഗ് ഗീവ്സ് us എ ന്യൂ ഓപ്പർച്യൂണിറ്റി. അവർ കണ്ട ഓരോ പ്രഭാതവും അവരുടെ മുമ്പിൽ ഓരോ അവസരമാണ് ഒരുക്കിയത്, ഓരോ പ്രതീക്ഷയാണ് നൽകിയത്, ഓരോ ചോദ്യങ്ങളാണ് ചോദിപ്പിച്ചത്. അപ്പം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് അവർ ഉപയോഗിച്ചത് പേഷ്യൻസ്, പേഴ്സിവിയറൻസ്, പ്രയർ. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം. അവർക്ക് ക്ഷമയുണ്ടായിരുന്നു, അവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടായിരുന്നു, അവർക്ക് പിടിച്ച് കയറണമെന്നുണ്ടായിരുന്നു, അവർക്ക് താനൊരു വിജയമാണെന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം അവരുടെ സ്വന്തമായൊരു നേട്ടത്തിന് വേണ്ടിയിട്ടല്ല അവർ പോയത്. അവർ ഈ തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ലോകത്തിന്, ഈ ചരിത്രത്തിന് നൽകാൻ മടിക്കരുത്, കഴിയാതെ പോകരുത് എന്ന്, അത് തൻ്റെ ജീവിതത്തോട് താൻ കാണിക്കുന്ന തെറ്റാണെന്നും അത് തൻ്റെ ജീവിതത്തെ താൻ തന്നെ ഒരു പരാജയമായി വ്യാഖ്യാനിക്കലാണെന്നും ഒക്കെ സുനിതയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പം ജീവിതത്തിൽ പരാജയപ്പെടാൻ നമ്മൾ നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് സുനിത വില്യംസ് നമ്മളോട് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. കാരണം ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കണം. ആ ചോദ്യങ്ങൾക്ക് ഓരോ ദിവസവും നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ദൈവം തരുന്നുണ്ട്. ഓരോ പ്രഭാതവും തരുന്നത് ഓരോ പ്രതീക്ഷയോടെയാണ്, ഓരോ ചോദ്യങ്ങളോടെയാണ്. പക്ഷേ ആ പ്രഭാതങ്ങളുടെ അവസാനം ഒരു പ്രദോഷമുണ്ട്, വൈകുന്നേരങ്ങൾ. ആ വൈകുന്നേരം ആകുമ്പോൾ ആ ദിവസത്തിൽ നാം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കലാണ് ഞാൻ എൻ്റെ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും, എൻ്റെ പ്രതീക്ഷ അടുത്ത സൂര്യോദയത്തിൽ ഞാൻ പുതുക്കുമെന്നും അവസാനം ഞാൻ വിജയിക്കുമെന്നും അല്ലെങ്കിൽ വിജയം അവസാനമായി എൻ്റേതാണെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ
കൈപ്പിടിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വിജയ കഥ അല്ലെങ്കിൽ വിജയഗീതം രചിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. ഒരിക്കലും തോറ്റുകൊടുക്കാൻ അവർ നിന്നുകൊടുത്തില്ല. അപ്പോൾ തോറ്റുകൊടുക്കാൻ നിന്നുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സുനിത വില്യംസൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നിന്നും നമുക്കൊക്കെ പഠിക്കേണ്ടത് എന്നാണ് ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തോറ്റുകൊടുക്കാൻ നിന്നുകൊടുക്കരുത്. വിജയിക്കാനായിട്ട് നമ്മൾ കഠിന പരിശ്രമം ചെയ്ത് മുന്നേറണം. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.